ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ನಮ್ಮ ಮನಸ್ಸು ನಮಗೆ ಒಳ್ಳೇದು ಮಾಡಿದ್ರೆ ದೇವರು ಏನಂತೀರಾ? അതായത് പുതിയ യൂട്യൂബ് ചാനൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്തത്. അത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. വേണ്ട പോയി ഇൻ പ്രോഗ്രസ്. നിനക്കെന്താ പറയാനുള്ളത്? ഞാൻ ആലോചിച്ചോണ്ടിരിക്കാം എപ്പോ തീരും ആലോചന? സമയം വേണം. ഇവരൊക്കെ എന്താ ചെറുതാ? ഹലോ, അപ്പം ഞാൻ ബാംഗ്ലൂർ വന്നിട്ട് ഇതുവരെ എനിക്ക് വ്ളോഗും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി ഇപ്പോൾ തന്നെ കറങ്ങാനും കാര്യങ്ങൾക്കും. മീൻസ് ഓരോ ആവശ്യങ്ങൾക്കായിട്ടാണ് പോയത്. പക്ഷെ അപ്പോഴൊന്നും ഒരു വീഡിയോ എടുക്കാൻ പറ്റിയൊരു സാഹചര്യം ഒന്നും അറിഞ്ഞില്ല. പിന്നെ ഇവിടെ വന്നിട്ടും മീൻസ് എല്ലാവർക്കും ആ വീഡിയോ മീൻസ് ഇപ്പോൾ കോളേജിലുള്ളവർക്ക് അവർക്ക് ഓൾറെഡി ഇങ്ങനെ വന്നൊരു ശീലം ഉണ്ടല്ലോ, ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അതിന് അധികം വീഡിയോ ഒന്നും എടുക്കാൻ. പിന്നെ ഇപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഏകദേശം 2 ആഴ്ചയായി. നമുക്ക് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ആക്ച്വലി ഇവിടെ വന്നത് ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ്. ജാവ ഫുൾ സ്റ്റാക്കിൻ്റെ ട്രെയിനിങ് ആണ്. അപ്പോൾ എനിക്കിതൊരു പ്ലേസ്മെൻറ്റ് പോലെ കോളേജിൽ നിന്ന് കിട്ടിയാണ്. അപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് ട്രെയിനിങ് കിട്ടും. അത് കഴിഞ്ഞാൽ ഇവർ തന്നെ പ്ലേസ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇപ്പം ഞങ്ങൾ അവിടെ മറ്റേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് വന്നു. നമുക്ക് ഉച്ച കഴിഞ്ഞിട്ടാണ് ക്ലാസ് ഉള്ളത്. അപ്പോൾ ഇന്ന് കുറച്ച് അധികം കാര്യങ്ങളുള്ളൊരു ദിവസമാണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങളുടെ 4 മീൻസ് ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു മുമ്പായിട്ട്. അതിൽ 4 പേരുടെ ബർത്ത്ഡേൻ്റെ ഒരുമിച്ചുള്ള ചിലവ് ഇന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചാൽ ഇന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ നടക്കണ്ടല്ലോ, അപ്പോൾ എടുക്കാമെന്ന് വെച്ചു. പിന്നെ അല്ലാണ്ട് നമ്മൾ ഡെയിലി ക്ലാസ്സിൽ പോവുക, വരിക, ഉറങ്ങുക, വൈകുന്നേരം പാർക്കിൽ പോവുക, ആ സാധനങ്ങൾ അതും ഇന്നുണ്ടാവും. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ ഇവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് 2 ആഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന് തന്നെ ഭയങ്കര ബാഡായിരുന്നു. എന്ന് വെച്ചാൽ PGൻ്റെ കേസ്. എന്നിട്ട് ഞാനിപ്പോൾ ഒരു മല്ലു PGയിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ ആദ്യം പോയത് വേറൊരു കർണാടക PGയിലായിരുന്നു. അവിടെ അവർ നമുക്ക് പറഞ്ഞ റൂമൊന്നും അറിഞ്ഞില്ല. അവിടെ ചെന്നപ്പോൾ ഒരു മാതിരി സ്വഭാവമായിരുന്നു. എന്നുവെച്ചാൽ വൃത്തിയേ ഇല്ല, ഫുഡും ഇല്ല. ഫുഡ് തീർന്നാൽ കിട്ടില്ല. ഇവിടെ ഇപ്പോൾ ഫുഡ് തീർന്നാൽ അവർ നമുക്ക് ഉണ്ടാക്കി തരും. മീൻസ് അപ്പോൾ ഉണ്ടാക്കുകയോ ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് കിട്ടും. അത് ഭയങ്കര ശോകമായിരുന്നു. പിന്നെയാണ് എനിക്ക് ഈ PGൻ്റെ നമ്പർ കിട്ടി. പിന്നെ ഞങ്ങൾ ഞാൻ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നപ്പോൾ എൻ്റെ സെയിം GQTയിലുള്ള വേറെ 3 പിള്ളേരും കൂടി ഉണ്ട്. അതിൽ 2 പേര് അന്നേ വന്നതുള്ളൂ. ഒരാൾ 1 മാസമായിട്ട് ഇവിടെ ഉള്ളതാണ്. അപ്പോൾ ഇവിടെ അങ്ങോട്ട് സെറ്റായി. ഇവിടെ കുറേ മലയാളികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡും ഏകദേശം മലയാളി ഫുഡൊക്കെ തന്നെയാണ്, ഒരു 75%. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ വന്ന് ടെറസിലിരിക്കുക. അപ്പം ഞാൻ അവരെ കാണിച്ചു തരാം, ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തി തരാം. ആണ് ഞാനിവിടെ വന്നിട്ട് പരിചയപ്പെട്ട എൻ്റെ GQTയിലുള്ള പിള്ളേർ. ഇത് സബീന, ഇവിടെ 1 മാസം ഇവിടെ വന്നിട്ട്, 2 മാസം ഇവിടെ വന്നിട്ട്. ഇത് അനുപമ, അത് എൻ്റെ ഒപ്പം തന്നെ വന്നേ. പിന്നെ ഇത് ഉത്തര. അപ്പം ഇനി എൻ്റെ കുറച്ച് നാളത്തെ വ്ളോഗിൽ ഇവരൊക്കെ ആയിരിക്കും. ഇപ്പം ഇവർ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചിപ്സൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഇടുന്ന എന്തെഴുതുക, ചാലഞ്ചസ്. ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര പണിയാണ്. അപ്പം അതൊക്കെ എഴുതുക. യാ ഗൈസ്, നമ്മളിപ്പോൾ ക്ലാസ്സിൽ പോവാണ് അല്ലേ? ഫ്രണ്ട് എൻഡ് ക്ലാസ്സിൽ. സബീൻ്റെ ഫ്രണ്ട് എന്നൊക്കെ കഴിഞ്ഞു. നമുക്ക് ഇവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ GQTയിലോട്ട്. 10 മിനിറ്റ്. ഇവരൊക്കെ എന്ത് ചെറുതാ. അപ്പം ഇനി ക്ലാസ്സിലെത്തിയിട്ട് കാണാം. ഇവിടെ നമ്മൾ ഓടിച്ചാടി റോഡ് ക്രോസ് ചെയ്തില്ലേ പിന്നെ നമുക്ക് ക്രോസ് ചെയ്യാനേ പറ്റില്ല. അവരങ്ങനെ പെട്ട് നിൽക്കുകയാണ് അവിടെ. വാ ഫസ്റ്റ് കാണുന്ന ബിൽഡിങ്ങിൻ്റെ 3rd ഫ്ലോറാണ് നമ്മുടെ ക്ലാസ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാംഗ്ലൂരിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മര്യാദക്ക് നടക്കണം എന്ന് മാത്രമല്ല, നമ്മൾ ഇവിടുത്തെ വണ്ടിക്കാരുടെ സൗകര്യത്തിനാണ് നടക്കാൻ. ഇല്ലേ വണ്ടി ഇടിക്കും. എന്നുവെച്ചാൽ ഇവർ ഒന്നും നോക്കൂല, സിഗ്നൽ നോക്കില്ല, ആൾ വരണ്ടോ നോക്കില്ല, ഒന്നും നോക്കൂല. ഒരു ഗ്യാപ്പ് ഇട്ടേ ഓടണം, എന്നാലേ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയാണ്. എന്നാലും നമ്മൾ ക്ലാസ്സിലെത്തിൻ്റെ ഫ്രണ്ടിലെത്തി കാണിച്ചു. കണ്ട ഗ്ലോബൽ ഗസ്റ്റ്. കന്നഡ വായിക്കാൻ അറിയണവർക്കൊക്കെ അത് വായിക്കാൻ പറ്റും. നമുക്ക് ലിഫ്റ്റിൽ പോവാം. അതെ, ഇതാണ് ലിഫ്റ്റ്. ഇല്ല, ഭാഗ്യത്തിന് 2nd ഫ്ലോർ. ഹായ് സിനാൻ. ഹായ് ജസ്റ്റിൻ.
യൂട്യൂബ്. ഗൈസ്, നമ്മളിപ്പോ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി. നമ്മൾ ലേറ്റ് ആയിട്ട് വഴിയിലിരുന്നാണ് ക്ലാസ് കേട്ടത്. അപ്പൊ നമ്മളിനി എന്താ ചെയ്യാൻ പോണേ? എന്നിട്ട് വൈകുന്നേരം ഗൈസ് നമ്മളിപ്പോ PG പോയിട്ട് കുറച്ച് കഴിയുമ്പോ ഇറങ്ങും. അവരൊന്നും ബർത്ത്ഡേ ഇല്ല. എവിടെ പോവാ? ഹായ്. ഉത്തരല്ല യൂത്തറ. ഏത് സാർ? ഇന്നത്തെ സാറാ? ഗൈസ്, ഇതാണ് ഹനീഫ്. ഇതാണ് സോയ. ഇതാണ് യൂത്തറ. 2 വാക്ക് പറ എൻ്റെ യൂട്യൂബിനോട്. സാൻഡ്രോ വളരെ നല്ലൊരു കൊച്ചാണ്. ക്ലാസ്സിൽ സ്ഥിരമായി വരുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അവരുടെ യൂട്യൂബ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടി സപ്പോർട്ട് ചെയ്യണം. ഇവൻ ആക്ച്വലി എൻ്റെ നെയ്ബറിനായിട്ടൊക്കെ വരാം വേണമെങ്കിൽ, അല്ലേ? സോയ. അതെ. പിന്നെ സബീന 2 വാക്ക് പറയൂ യൂട്യൂബിനോട്. ഇവന് 1.2 lakh വീഡിയോ വ്യൂ ഉള്ള ഒരു യൂട്യൂബ് ഒക്കെ ഉണ്ട്. എല്ലാരും അത് സബ്സ്ക്രൈബ്. സോയ, ഷീസ് ഫ്രം കർണാടക. സേ സംതിങ്. ನಮ್ಮ ಮನ್ಸು ನಮಗೆ ಒಳ್ಳೇದ್ ಮಾಡಿದ್ರೆ ದೇವ್ರು ಏನಂತೀರಾ? അതാണ് കന്നഡയിൽ തെറി പറയാ. ಫೇಮಸ್ ಡೈಲಾಗ್ ഇൻ കന്നഡ. യാ. ഇനി നീ പറവല്ലോ. ഇതെല്ലാരും പറയണേ. നിങ്ങൾ രണ്ടുപേരും വല്ലതും പറ. ദേ, അവന് പുതിയ യൂട്യൂബ് ചാനൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്തു. അതെ, എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം. അതെ. ഇവൻ വലിയൊരു മോഡലാണ്. സിനാൻ ഒരു ദിവസം ഒരു ബംഗാളി ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങിയായിരുന്നു. നാളെ അതിട്ട് ഇറങ്ങോ? മാറി മലയാളിയായി. അതെല്ലാവരും ഈ യൂട്യൂബ് ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യണം. അതെ കണ്ടോ, യൂട്യൂബ് ചാനൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്തത്. അതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഉത്തരയുടെ ബുദ്ധിനെ പറ്റിയാണ് അടുത്തത് പറയുന്നത്. പറഞ്ഞോളൂ. ഉത്തരയുടെ ബുദ്ധിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അസാമാന്യ ബുദ്ധിയാണ്. കണ്ടാ പറയൂല. ഫോട്ടോ ഒന്നും എടുത്തത്. അവൾ എന്താണ് ചെയ്തത് ബുദ്ധി വരാൻ? കണ്ട ഒരു മന്ദബുദ്ധിയാണ് പറയുള്ളൂ. അതൊക്കെ അത്രേ ഉള്ളൂ. ഇമോഷണൽ ഡാമേജ്. നമ്മളൊരു എഴുതാനൊന്നല്ലാന്ന് എന്തായാലും അറിയാം. അതത്രേ ഉള്ളൂ. പറഞ്ഞറിയോ, അന്ന് ഞാൻ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എവിടെ കയറണമെന്ന് വെച്ച് വിളിച്ച സമയം എന്ന് പറഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എവിടെ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞൊരു ഐഡിയ ഉണ്ട്, AC-യുടെ ഫ്രണ്ടിലാന്ന് പറഞ്ഞു. ഞാൻ AC-യുടെ ബാക്കി പോയി. അതെന്റെ തെറ്റ്. ഞാനങ്ങനെ AC-യുടെ അവിടെ ഡോറിൽ കയറി ഇരുന്ന് ഒരു 2-3 സ്റ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഉത്തര പറഞ്ഞു, ഞാൻ ഫ്ലാഷ് അടിച്ച് കാണിക്കാം. എന്തെന്ന്? നീ കേറിയ ട്രെയിനിന്റെ ഉള്ളിലുള്ള നിന്നെ ഫ്ലാഷ് അടിച്ചു? ഏതാ കമ്പാർട്ട്മെന്റാന്ന് അറിയണമല്ലോ. ഞാൻ ചാടി ഇറങ്ങിയിട്ട് ഞാൻ ഇവിടെ എന്തുകൊണ്ട് ഫ്ലാഷ് അടിക്കാനാ? ഞാൻ ലിറ്ററലി ഇവിടെ വന്ന ബുദ്ധിയാന്നുള്ള രീതിയിൽ ഞാൻ കട്ട് ചെയ്ത് വച്ചു. അല്ലല്ല, ഞാൻ പുച്ഛിച്ച ആദ്യം. ഞാൻ ഇറങ്ങിയ സൈഡിലേക്ക് ഇവ ഫസ്റ്റ് കണ്ടത് ഇവളുടെ ഫ്ലാഷ്. ഞാൻ ആ ബാഗ് എടുത്ത് കയ്യിലൊരു കവർ വന്നതെങ്ങനെയാണെന്നറിയാമോ? ഏവണ്ണ അറിയാലോ, AC ഏറ്റവും കൂടുതൽ 2 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ടാവും. ആൾക്കാരൊക്കെ നോക്കുന്നത് ഇവനെന്തോ ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്ന പോലെയല്ല. AC-യിൽ കുറെ നമ്മളെ പോലെ തന്നെ ഹൈലി സ്റ്റാൻഡേർഡുള്ള ആൾക്കാരൊക്കെ. എല്ലാവരും എന്നെ കണ്ടത് എന്താ പറ്റി, ഞാൻ ചാടാൻ പോകും. ഒരു ഓട്ടം എന്റെ ഉത്തരയുടെ ബിസ്ക്കറ്റ് കൈ കൊടുക്കാനുള്ള ഒരു ഓട്ടം. താറാവ് ഓടുന്ന കണ്ടിട്ടുണ്ടോ? താറാവോ?
അതെന്തിനാ കൈ അങ്ങനെ പിടിച്ചു ഒരു കൈ കവർ ഒരു കൈ സെറ്റ്. അതിന്റെ പുറവിന്ന് ചെറുക്കന്മാര് നിന്നെ നോക്കിയതാണ് ഇത് എവിടുന്ന് പയറും പൊട്ടിച്ചു. ആരെങ്കിലും ഇതിന് ഉത്തരേനെ മെൻഷൻ ചെയ്യുമ്പോ യു ഹൈഫൺ തറ ഇടണം. യു തറ. ജസ്റ്റിന്റെ ബർത്ത്ഡേന്റെ ചെലവ് എങ്ങനെയായിരുന്നു? സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി വളരെ നന്നായിരുന്നു. കുഷിക്ക് ആസുക്ക് വന്നായിരുന്നു. ഓ അങ്ങനെ ഹിന്ദിയാണേ. ഓക്കെ അല്ലേ? എനിക്ക് 3 വേണേ. എനിക്ക് 2 വേണം. സൗകര്യമില്ല. ജോലി ഞാൻ തിരിക്കും കേട്ടത്. ചോയൊക്കെ പോയി. എങ്ങനെയുണ്ടോ? എന്നെ ഉണ്ടാക്കി ഉണ്ണിയപ്പം ഞാൻ ഉണ്ടാക്കിയതൊന്നല്ല കൂടി ഇടുന്നത്. എന്താ അവിടെ ഇത് ഗാലക്സി എന്താണ് പെണ്ണാണോനാ? ഇന്നലെ എടുത്തിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ആരുണ്ടാക്കിയത്? അമ്മയോ? പാവം കൊച്ചൊരു കണക്കിപ്പെട്ടിരിക്കാം. നമ്മൾ എവിടെ പോവാ? നമ്മള് അഭിജയിന്റെ വീട്ടില് അരിയുണ്ട കഴിക്കാൻ. അല്ല ഗൈസ്, നമ്മൾ അഭിജയിന്റെ വീട്ടില് അരിയുണ്ട കഴിക്കാൻ പോവാ. അപ്പൊ ഇവരുടെ ബുദ്ധി വർക്ക് ചെയ്യിപ്പിക്കാൻ ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു കൊടുത്തിട്ട് അതിന്റെ ആൻസർ തപ്പി നടക്കുകയാണ് എല്ലാവരും. അതെ, അവിടെ കുറച്ച് പേർ, ഇവിടെ കുറച്ച് പേർ. ഉത്തരം കിട്ടിയാനു? ഇതിന്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പറയണ സാധനം ഞാൻ വാങ്ങി കൊടുക്കും. നാളെ 5:30 പറയണമെന്നല്ലേ? അതെ, അത്രേ ഉള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ നടന്നോണ്ടറിയാം, ഒരു വീട്ടില് 3 വാടകക്കാരുണ്ട്. അപ്പൊ അവരുടെ ഒരാളുടെ വാടക 10 രൂപ. നിനക്ക് എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഇവര് 3 പേരും വീട്ടിലെ വാടകക്കാര്. ഇവന്റെ വാടക 10. അപ്പൊ 10 × 3 30. ഞാൻ വീടിന്റെ ഓണർ, ഇതെന്റെ ഭാര്യ, ഇവൻ വഴി കൂടെ പോണ ഒരുത്തൻ. അപ്പൊ ഇവര് ഒരു ദിവസം എന്റെ വീട്ടിൽ നിന്ന് വാടക നിർത്തി പോവാൻ പോണേ. അപ്പൊ ഇവർക്ക് 30 രൂപ എനിക്ക് തരണം. അപ്പൊ നോക്കിയപ്പോ ഞാൻ അവിടെ ഉണ്ടായില്ല. അപ്പൊ ഇവരെന്ത് ചെയ്തു? വഴി കൂടെ പോയ ഇവനെ വിളിച്ചിട്ട് പറഞ്ഞു ഇവന് 30 രൂപ കൊടുത്തിട്ട് പറഞ്ഞു അത് എനിക്ക് തരണം എന്ന് പറഞ്ഞു. പക്ഷെ ഇവൻ നല്ല മനുഷ്യനായോണ്ട് ഇവൻ അവിടെ തന്നെ ഇരുന്നു. എന്നിട്ട് ഞാൻ വരണ വരെ നിന്നിട്ട് ഈ 30 രൂപ എനിക്ക് തന്നു. ഈ 30 രൂപയിൽ ഇത്ര നേരം ഇന്നലെ 5 രൂപ ഞാൻ ഇവന് കൊടുത്തു. ഈ 5 രൂപയും കൊണ്ട് ഇവൻ ഇവിടെ ചായക്കടക്കാരിയാണ്. ചായക്കടക്കാരന്റെ അടുത്ത് എന്നിട്ട് 2 രൂപയ്ക്ക് ചായ കുടിച്ചു. ബാക്കി 3 രൂപ കിട്ടി. ഇവൻ ഈ ചായ കിട്ടിയ 3 രൂപയും കൊണ്ട് പുറത്തിറങ്ങിയപ്പോ ഇവരെ 3 പേരെയും കണ്ടു. ഇവൻ പൊട്ടനായോണ്ട് ഇവര് ഞങ്ങക്ക് പൈസ തിരിച്ചു തരാൻ പറഞ്ഞപ്പോ അത് നോക്കണ്ട. ഇവന്റെ കയ്യിലുള്ള 3 രൂപ ഇവര് 3 പേരും ഓരോ രൂപ വീതം തിരിച്ചു വാങ്ങി. അപ്പൊ ഒരാൾ എത്ര വാടക കൊടുത്തു? 9 രൂപ. 10 രൂപ രൂപ തിരിച്ചിട്ടപ്പോ 9. 9 × 3 27. പ്ലസ് ചായ കുടിച്ച 2 രൂപയും കൂടി 29. ബാക്കി 1 രൂപ ഇവിടെ. ഒരു ദിവസത്തിൽ പറഞ്ഞ എന്ത് വേണേലും മേടിച്ചരാ. ഡയറി മിൽക്കോ ഉത്തരം കമന്റ് ബോക്സിൽ എന്തെങ്കിലും വാങ്ങിത്തരാം. അങ്ങനെയല്ല, ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും വാങ്ങിത്തരും. ഓക്കെ, ഉത്തരം അറിയണ ഒരു കമന്റ് ഇട്ടോ. കമന്റ് ഉത്തരം കണ്ടോടിക്ക്. എന്ത് ടേസ്റ്റ് ആയിരുന്നു അറിയോ? യെസ്, ഹലോ, ഹായ് ഹായ് ഹായ്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വണ്ടി ഇടിച്ചു. എന്റെ 1 രൂപ കിട്ടാണ്ട് ഞാൻ നിങ്ങളെ ആരെയും നാളെ ഉറക്കും. ആ 1 രൂപ പോയി. അവനോട് ആ 1 രൂപ പോയി. ഇൻ പ്രോഗ്രസ്. എന്താ പറയാനുള്ളത്? ഞാൻ ആലോചിച്ചോണ്ടിരിക്കാം. എപ്പ തീരും ആലോചന? കുറച്ച് സമയം വേണം. 24 hours ഇല്ലേ? 24 hours ഉണ്ട്. ആ ചോദ്യം കൊണ്ടുവന്നത് ഈ ബുദ്ധിയുള്ള ഞാനാണ്. അല്ല, എന്തോ ഇവര് 3 × 9 28. 27 പകരം. എഞ്ചിനീയേഴ്സിന് കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ അറിയൂ. കണക്ക് കൂട്ടാണോ? എടാ നിക്കണ വണ്ടി. അതെങ്ങനെ 3 × 9 27? അവന് 1 രൂപ GST ആണ്.
എന്താ അല്ലേ? അത് പോകുന്നത് ഇല്ലെങ്കിൽ ഞാൻ സുഭാഷ് അയ്യോ ജസ്റ്റും പെട്ടു. ബാക്കിയുള്ളവരെവിടെ? ആ റെഡി വാ. വാ റെഡി 1 2 3 സ്റ്റാർട്ട്. അഭിനം പറഞ്ഞോട്ടാ. അഭിനം ഭയങ്കര പേടിയാന്നേ. ഇറങ്ങി ഇറങ്ങി എന്നാ വാ. ഉത്തര അഭിനും ഈ ഉത്തര എന്റെ സ്റ്റോറേജ് തീർക്കും. ഇങ്ങോട്ട് വന്നിങ്ങോട്ട് ചാടണ എന്തിനാ അവള് ഇരുന്നാ പോരെ? ഫസ്റ്റ് സ്റ്റെപ്പ് ഇരിക്കണം. സമയമില്ല. എടാ എന്റെ സ്റ്റോറേജ് ഇടി, അതോർത്തെങ്കിലും വാ. നമുക്ക് സമയമില്ല. ഒരാളെ ഫ്രണ്ട് വെയിറ്റ് ചെയ്യണം. ഹമീദയാ? അർഷിദ. ഗൈസ് നമ്മളപ്പം 4:30 നടക്കാൻ തുടങ്ങിയിട്ട് 6 മണിയായിട്ട് നമ്മൾ ഇവരുടെ PG-യിൽ എത്തിയിട്ടില്ല. നമ്മൾ കുറേ സ്ഥലത്ത് നിന്നൊക്കെയാണ് വന്നത്. അതുകൊണ്ട് അപ്പോൾ 3 പേര് ബൈക്കിന് പോയി, സ്കൂട്ടിക്ക് പോയി. അപ്പം നമ്മൾ ബാക്കിയുള്ളവർ നടന്നു പോവാണ്. ബൈ സിനാൻ. ആ അത് സാരില്ല, ഒരു കുഴപ്പമില്ല. ഷീസ് ഹർഷിത. അപ്പൊ ഇവളും ജീക്കൂട്ടിയും തന്നെ ഉള്ളതാണ്. അപ്പൊ നമ്മളിന്ന് ആദ്യമായിട്ടാണ് പരിചയപ്പെടണേ അല്ലേ? അപ്പൊ നമ്മളെല്ലാരും കൂടിയാണ് സിനാന്റെ PG പോണത്. യൂസിങ് റൈസ് ആൻഡ് അരിയുണ്ട. ഏതാ പൊട്ട എനിക്ക്? ആ ശരി. ഹനീഫിന്റെ നാട്ടിലൊക്കെ അങ്ങനെ കേട്ടോ പറയണേ. ശരി. നമ്മളിവിടെ അരിയുണ്ട്, ഇതല്ല വേറെയാ. റാഗി ഉണ്ടയോ? ഇതോ നീങ്ങര്. നമ്മളങ്ങനെ 6:30 ആയപ്പോ സിനാന്റെ PG-യിലെത്തി. ഗൈസ് നമ്മളെ ഒരു സ്ഥലത്തു നിന്ന് ഒരു അമ്മൂമ്മ ഓടിച്ചിട്ടു. ഒച്ച കൂടുതലാ പറഞ്ഞ് നമ്മളതുകൊണ്ട് പാർക്കിൽ പോവാം. പാർക്ക് ഇരുട്ട് പാർക്ക് ഇല്ല, നമ്മൾ അങ്ങോട്ട് പോണം. ചെലവ് വേണ്ടേ നിനക്ക്? ചെലവ് ഇങ്ങടാ. ഗൈസ് ആരോടും പറയണ്ട, ഇവൻ ഞങ്ങൾക്ക് ബിരിയാണി വാങ്ങി തന്നു. ആരുടെ? ജസ്റ്റിന്റെ. ഓ നിനക്ക് പെമ്പിള്ളേരൊക്കെ ഇഷ്ടമാണോ? ഇതാണ് അടിപൊളി പാർക്ക്. ഇവിടെ വോളിബോളൊക്കെ കളിക്കും, അല്ല ബാസ്കറ്റ് ബോളൊക്കെ കളിക്കും. നമ്മളിവിടെയാണ് ജസ്റ്റിന് സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി കൊടുത്തത്. ഗൈസ് ബാംഗ്ലൂരിൽ എല്ലാ മുക്കിലും മൂലയിലുള്ള സാധനമാണിത്, പാർക്ക്. അപ്പൊ നമ്മൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ എക്സർസൈസ് ഒക്കെ ചെയ്ത് ഹെൽത്തി ആയിട്ടിരിക്കാം അല്ലേ? ജസ്റ്റിന് ഈ വഴിക്കാൻ വരാറില്ല. ഞങ്ങൾ അവിടെ കാലിന് എനർജി കൊടുക്കാൻ കണ്ടോ ഇങ്ങനെ ചെയ്യാം. പിന്നെ അത് വേണ്ട, അതിങ്ങനെ പൊട്ടന്മാരൊക്കെ ഉപയോഗിക്കണം. അത് നമ്മളെ വെയിറ്റ് തന്നെയാ പൊക്കുന്നേ. നോക്കട്ടെ എനിക്ക് എന്നെ തന്നെ പൊക്കാൻ പറ്റുമോ അറിയാം. അപ്പുറത്തുണ്ട്. ഇതെങ്ങനെയാ പൊക്കണേ? അമ്മ എനിക്ക് എന്നെ പൊക്കാൻ പറ്റില്ല.
വേണ്ട. ഇവിടെ ലൈറ്റ് ഇല്ല, ഇരുട്ടാ. നമ്മളിപ്പോ 7 മണിയായപ്പോ ആണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത് പാർക്കിൽ നിന്ന്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് അല്ലേ? സബിയുടെ സോയയുടെ ചെലവാണ് ഞങ്ങൾക്ക് ബർത്ത്ഡേ ചെലവ്. അതെ, അപ്പൊ നമ്മളിനി സോയനെയും സബീനെയും അതന്നെ സബീനെയും സോയനെയും ഇല്ലേ, അപ്പൊ സബീനെ കൂട്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വരും. ഓക്കെ, ഹായ് ഗൈസ്. പൊട്ടം കയറി ഫ്രണ്ടിൽ എവിടേക്കാ പോവാ പറ. എടാ എവിടെയാ ഫുഡ് കഴിക്കാൻ? വിളിക്കാം. ഡോമിനോസാ? ഹൈദരാബാദി ബിരിയാണിക്കാ? ആ ബിരിയാണി. ആ എവിടെയാ? എടാ ഇനി അങ്ങോട്ട് തിരിച്ചു നടക്കണ്ടേ? നമ്മൾ ഷവർമ കഴിക്കാൻ പോവുകയാണ് ഗൈസ്. കാണാൻ കൊള്ളത്തില്ല. ഞാൻ ഇവരെ നോക്കത്തുള്ളൂ. കടയിൽ എന്ത് കഴിക്കാൻ പോകുന്നു? ഷവർമ അല്ല ഷവർമ. നമ്മൾ ഷവർമ കഴിച്ചിട്ട് നമ്മൾ ഓൾറെഡി അവിടെ നിന്ന് 2 തവണ ഷവർമ കഴിച്ചതാ. അപ്പൊ അവിടെ നിന്ന് ഷവർമ കഴിച്ചിട്ട് പറയാം. സബീനെ വിളിച്ചിട്ടുണ്ട്, അവള് വരും. സബീന വന്നു. ഇല്ല, ഫുഡ് നീ ഉണ്ടാക്കി തരോ? ഇല്ല ഇല്ല, ഒന്നും നടക്കില്ല. ആ സബി, എന്താണ് ബർത്ത്ഡേ ചെലവ് തരണതിനെ പറ്റി പറയാനുള്ളത്? ചായയും പഴംപൊരിയോ? ഷവർമയാണ്. എടാ അഭിനെ, ഷവർമയല്ലേ? ഫ്ലവർ ഇതൊക്കെ വാങ്ങി ആരെങ്കിലും കൊടുക്ക്. നിനക്ക് വാങ്ങി തരാന്നല്ല ഗൈസ്. ഈ ഇതില്ലേ, ഇതെന്തോ സാധനം? സ്മാർട്ട് റിലയൻസ്. ഭയങ്കര ലാഭ, ഭയങ്കര. ഹൈദരാബാദി എവിടെയാണ്ട് എത്തിയിട്ടുണ്ട്. ഹൈദരാബാദി ബാക്കി നിങ്ങൾ വായിച്ചെടുപ്പം. ഞാൻ എൻ്റെ സ്ഥിരം ഇവിടെ ഇരിക്കാം. നമ്മൾ 7 പേര്. ഗൈസ് നമ്മള് ഹൈദരാബാദി നമ്മള് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഷവർമയാണ് കഴിക്കാൻ പോകുന്നത്. ഇവിടെ നോർമൽ ഷവർമ 80 ഫുൾ മീറ്റ് ആണ്. പിന്നെ സ്പെഷ്യൽ ഷവർമ ഉണ്ട്, അത് നമ്മൾ കഴിക്കില്ല അല്ലേ? എന്താടാ? അതെ അതെ. ഇവരുടെയാണ് ചെലവ്. ഇവരുടെ എടാ നിന്റെയും ചെലവുണ്ടോ? അപ്പൊ ആ ശരിയാ. 1 2 3 സ്റ്റാർട്ട്. എടുത്തില്ല. ആ എന്റെ ചെലവ് എല്ലാരും കഴിച്ചോ എന്ന് ഞാൻ പറയില്ല, കാരണം അത് ഇവരുടെ അപ്പൊ ഞങ്ങക്ക് ഇനി ഇവിടുത്തെ ഷവർമ ജ്യൂസിയാണ്, സ്പൈസിയാണ്, ടിൻഡറാണ്. ചാർക്കോളിന്റെ ഒരു പഞ്ച് ഉണ്ട്, ഒരു അറബിക് ടച്ച് വരുന്നുണ്ടായിരുന്നു. മേനേസിന് കുറച്ച് കെച്ചപ്പും കൂടെ വേണം, എന്നാലും നമുക്ക് അതിന്റെ ഒരു ഞാൻ കഴിക്കാറുണ്ട്. പേപ്പർ അടിച്ച് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്, അത് നിങ്ങൾ ട്രൈ ചെയ്തോ. അതെ ട്രൈ ചെയ്തോ. കഴിക്കും. ഞാൻ മാത്രം ഇങ്ങനെ കഴിക്കാറുള്ളൂ എന്നൊക്കെയാണ്. അല്ല ഞങ്ങളൊക്കെ കഴിക്കും. എങ്ങനെയുണ്ട്? അടിപൊളി. എങ്ങനെയുണ്ട് ജസ്റ്റിന്? എങ്ങനെയുണ്ടടാ? എങ്ങനെയുണ്ട്?
കുറച്ചും കൂടി മയോണൈസ്. സോസ് തരുമോ? ശരി എല്ലാരും സോസ് തരാം. നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ട് പറ സിനാനും അഭിജയും? നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ഷവർമേന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നാലും ജസ്റ്റിംഗ് ചെയ്യാം. അതെ അതെ. നീ എന്റെ പേര് പറ. എടാ എങ്ങനെ SI സാർ പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഏത് സൈ? അബിന്റെ S മോൻ. ഗേ. എടാ ഇത്രേ ഉള്ളൂ. അബിൻ മറ്റേ പരിപാടിയാ. സോറി ഗൈസ്, എന്റെ ഫാമിലി കാണുന്ന യൂട്യൂബ് ചാനലാ. ഇതൊക്കെ നിങ്ങള് കട്ടെന്നല്ല, ഇവന്റെ ഒക്കെ തന്നെ സ്വഭാവം എല്ലാരും അറിയട്ടെ. 840 എന്തോ 870 കൊള്ളാം കൊള്ളാം. 870 ഡിവൈഡഡ് ബൈ 3 ചെയ്തു. അപ്പൊ ഗൈസ് ഇവിടത്തെ ക്ലാസ് ഇങ്ങനെയാണ്. പിത്തളം പിത്തളം അല്ലേ? അല്ലപ്പ അങ്ങനെ എന്തോ അല്ലേ ഇത്. അപ്പൊ യലഹങ്ക വരുന്ന എല്ലാരും ഇവിടെ വരണം. ആ പിച്ചള പിച്ചള. കടേന്റെ പേര് പറ. നീ കഴിച്ചിട്ടുണ്ടോ? ഗൈസ് ഇവിടെ ഒരു അടിപൊളി കടയുണ്ട്, ക്ലബ് 46. അവിടെ അടിപൊളി കേരള സ്റ്റൈൽ ബിരിയാണി കിട്ടും. നമ്മളൊരു ദിവസം പോയി കഴിച്ചതാ. ജസ്റ്റിന്റെ ചെലവായിരുന്നു അത്. ഇതിലൂടെ നമ്മൾ വെളിപ്പെടുത്താണ്. പക്ഷെ ഞങ്ങൾക്ക് 5 പേർക്കാണ് ആ ചെലവ് ചെയ്തിട്ടുള്ളൂ. ഈ അനൂനും സബിക്കുന്നവൻ മേടിച്ചു കൊടുത്തിട്ടുള്ള അതെ ഉത്തരയ്ക്കും സബിക്കൊന്നും ഇവൻ ഞങ്ങക്ക് ബിരിയാണി വാങ്ങി തന്ന്. ക്ലബ് 46 പോയില്ലേ? ഇവരൊക്കെ വലിഞ്ഞേറി വന്ന ഞാൻ ചെയ്യാനാ. ഞങ്ങൾക്കും വേണം. ചുമ്മാ പറഞ്ഞതാ. ബൈ. നമ്മള് വന്ന കട ആരടാ തിരിഞ്ഞോക്കേ? ആ ആരടാ തിരിഞ്ഞോക്കേ? അവന് കേരളത്തിൽ കളികളില്ല. ലെവലില്ല. നീ തല കന്നഡയില് തെറി കേക്കണു. അതെ, ഇത്ര സ്റ്റാൻഡേർഡ് ഉള്ളവർക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥല. കട ഏത്? റെഡ് വെൽവെറ്റ്. ഏത് ചേച്ചിമാര്? ഇല്ല, വയറ് നിറഞ്ഞില്ല. എന്തേലും വാങ്ങി തരോ? ഇനി ശരിയല്ല കണ്ട് ഇവന്റെ പിടുത്തമേ ശരിയല്ല. നമ്മളിപ്പോ PG എത്താറായി. നമ്മൾ വൈകി. എത്ര മിനിറ്റ് വൈകി? 15 വൈകി. നമുക്കിനി നാളെ കാണാം. പറ, ഇനി നാളെ കാണാം. ബൈ. നിങ്ങൾ 2 പേര് അവിടെ പോയി. ബൈ. ഓക്കെ, ജസ്റ്റിന്റെ ഫോൺ ഇന്നാ. ഓ, ഇപ്പളാ വീഡിയോ സ്റ്റാർട്ടായേ. ഗൈസ് നമ്മൾ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഭയങ്കര വൃത്തികേടാണ്. ഞാൻ പറയാം ഇത് കഴിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ കപ്പ് കേക്കും മായും കുടിച്ച് ഒരു ഗുഡ് ഡേ ബിസ്ക്കറ്റും കൂടി കഴിക്കുകയാണ്. ഉത്തരയ്ക്ക് തീരെ വയ്യ, ഭയങ്കര വേദന കൂടി. ഹനീഫ് കരയാണ്. ഇല്ല എടുത്തില്ല ഗായ്സ്. ഉത്തര ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇതാണ് മൈനർ ഓപ്പറേഷൻ തിയേറ്ററാണിത്. അപ്പോൾ നമ്മളിവിടെ എത്ര മണിക്കൂറത്തെ ഒരു 4-5 മണിക്കൂർ നിന്നതിന് ശേഷമാണ് ഒക്കെ കിട്ടിയത്. പിന്നെ ഇവിടെ നല്ല സിസ്റ്റം ആയതുകൊണ്ട് കിടക്കുന്നതാണ് ഉത്തര. ആ ബ്ലർ ഏതാണ് ഉത്തര? അവിടെ കണ്ടോ ഉത്തര?
ഇപ്പോഴത്തെ അപ്ഡേറ്റ് പ്രകാരം ഉത്തരേന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. 5 മിനിറ്റ്സ് എടുത്തുള്ളൂ. 2 കൊച്ചുങ്ങളുണ്ടെന്നാ പറഞ്ഞത്. കാലിന്ന് 2 കൊച്ചുങ്ങളെ കിട്ടി. 2 കൊച്ചുങ്ങളെ. അപ്പൊ ഇവിടത്തെ ഹോസ്പിറ്റലിനെ പറ്റി പറയാനാണെങ്കിൽ ഇവിടെ 2 മണി കഴിഞ്ഞ ഒന്നുമില്ല. അപ്പൊ നമ്മൾ ആദ്യം വന്നപ്പോ ഇവര് പറഞ്ഞു അങ്ങനെയല്ല, അങ്ങനെയല്ല, നമ്മൾ ആദ്യം വന്നപ്പോ ഇവര് പറഞ്ഞു ആരുടെ സർജന്റെ അടുത്ത് പോകാൻ പറഞ്ഞു. സർജന്റെ അടുത്ത് പോയപ്പോ സർജൻ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഇഞ്ചക്ഷൻ എടുത്താലേ തരുള്ളൂ. എന്നിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു ബില്ല് ചെയ്യാൻ. അപ്പൊ നമ്മൾ ബില്ല് ചെയ്യാൻ പോയപ്പോൾ അവർ പറഞ്ഞു വേറെ സ്ഥലത്ത്. നമ്മൾ വേറെ സ്ഥലത്ത് ബില്ല് ചെയ്യുമ്പോഴേക്കും ഇതൊക്കെ ക്ലോസ് ആയി. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്തത്, അത് കഴിഞ്ഞ് നമ്മൾ കുറെ നേരം വെയിറ്റ് ചെയ്തു. വരണം. എന്നിട്ട് നമ്മൾ 2 മണി വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ നിന്നപ്പോൾ അവർ പറയാ നിന്നെ നാളെ രാവിലെ വരെ. അപ്പം നമ്മൾ ഡോക്ടറിനോട് പറഞ്ഞു അയ്യോ ഞങ്ങളുടെ കൊച്ചിന് കരയുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് പറ്റില്ല നാളെ വരെ. അപ്പം ഞങ്ങൾ പറഞ്ഞു എന്നാൽ പുറത്ത് ടെസ്റ്റ് ചെയ്തിട്ട് വരട്ടെ എന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പൈസ എന്നതല്ലേ, എന്നാൽ പോയി ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരാം. എന്നിട്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ട് 3 ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി കഴിഞ്ഞു അല്ലേ? എന്താണ് സബീനയ്ക്ക് ഇവിടെ ഈ ഹോസ്പിറ്റലിനെ പറ്റി പറയാനുള്ളത്? നല്ല ചെറുക്കന്മാരുണ്ട്. നല്ല ചെക്കന്മാരുണ്ട്. ഏതോ ഡോക്ടറെ നിനക്ക് എന്താ പറയാനുള്ളത്? ഇവനും നാളെ രാവിലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വരണം. ഇല്ല അവൻ എനിക്ക് അയച്ചു തരും, നിങ്ങളിത് കാണുകയും ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഉത്തര വരുമ്പോൾ ഉത്തരയുടെ എക്സ്പീരിയൻസ് വഹിക്കാം. ഗൈസ്, ഉത്തരേനെ നമ്മൾ വീൽ ചെയറിലാണ് കൊണ്ടുപോകുന്നത്. ഫേമസ് ആണ്. നീ ഒന്ന് പിടിച്ചുവിടെ ബ്രേക്ക്